ഈശോയിൽ പ്രിയമുള്ളവരെ, 2026 തുടങ്ങുന്നതിന് മുൻപ് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങിയാലും ഈ വർഷം ഒരു പോസിറ്റീവ് ഇയർ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു ഫോർമേഷൻ ഇയർ ആയിരിക്കും. ദൈവം മനുഷ്യ മക്കളെ ഒരുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു യാത്ര, ഈ ഒരു 2026 യാത്ര എന്ന് പറയുന്നത്. അതൊരു ടഫ് ജേർണി എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു പരിശീലനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ സ്ട്രഗിളുകൾ ഉണ്ടാവും അല്ലേ. അതുപോലെ ഒരു ദൈവമക്കളെ ദൈവം ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ഒരു വയലിനെ എന്താ പറയുക, വിത്തിടുന്നതിന് മുൻപ് അതിനെ കിളച്ച് മറിച്ച് ഒരുക്കുന്ന ഒരു ഇയർ. ആ ഒരു ഇയർ ആയിട്ട് 2026 മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര നാളും ഭക്തജീവിതത്തിലാണ് എങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തമായിട്ട് തുടങ്ങേണ്ട ഒരു വർഷമാണ് 2026. പ്രത്യേകിച്ച് ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുള്ള മനുഷ്യർ ശക്തമായും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് ആശ്രയിക്കേണ്ടതുണ്ട്. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തേണ്ട ഏറ്റവും വലിയ അപകടകരമായ ഒരു പൈശാചികമായ പ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയില്ല. ഞാനിപ്പം യൂട്യൂബ് ചാനലിൽ ഹാൻഡ് ഓഫ് മേഴ്സി എന്നൊരു ഈ ഒരു ചാനൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊരു ദൈവനാമത്തിൽ നടത്തുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ എൻ്റെ ആത്മീയ ബോധ്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്പേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കുറയ്ക്കെങ്കിലും ചെയ്യാം. അതായത് നിങ്ങളുടെ ലൈഫിൽ കല്യാണം നടക്കുന്നുണ്ട്, കൊച്ചു ജനിക്കുന്നുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയിൽ നിന്നും നിങ്ങൾ കുറച്ച് പിന്മാറണം. ഞാൻ സോഷ്യൽ മീഡിയ എനിക്കൊരു ഗുഡ് പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ വർഷം 2026 സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പൈശാചികമായ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ പിടിമുറുക്കാൻ സാധ്യതയുള്ള ഒരു വർഷം, ഒരു ഗാഡ്ജറ്റിലേക്ക്, ഒരു മെഷീനിലേക്ക്, ഒരു വസ്തുവിലേക്ക് മനുഷ്യന്മാരുടെ തലച്ചോറിനെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വർഷം. സോ ഈ ഒരു വർഷത്തിൽ അലസതയും ബോഷത്വവുമാണ് ഒരു പൈശാചിക ശക്തിയായിട്ട് വളരാൻ പോകുന്നത്. അതായത് മനുഷ്യന്മാരെ ഒരു മൊബൈലും പിടിച്ചങ്ങ് ഇരുത്തിക്കുക. വേറൊരു നിവൃത്തിയില്ലാത്തവരെ നമ്മളൊരു ജോലിക്ക് പോകും. പക്ഷെ എന്നാലും ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് നിറയെ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളോട് നിറഞ്ഞിരിക്കും. ഇപ്പം ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം, എനിക്കിപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു തോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ എനിക്കൊന്നും കിട്ടില്ല. കാരണം ഈ സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ആത്മീയ തലം വർക്ക് ചെയ്യണമെങ്കിൽ ലോകത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അത് സ്പിരിച്വൽ തലം മറിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരാളാവണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയില്ലേ, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടാൽ അദ്ദേഹം അവർ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമല്ല. അവർ വളരെ പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക്, ശരിയായ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവർ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്നു. പക്ഷേ എന്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഓൾറെഡി ആരോഗ്യം ഉണ്ടാക്കി വെച്ചൊരു കണ്ടന്റിനെ നമ്മൾ കണ്ട് ആസ്വദിച്ച് സമയം കളഞ്ഞു പോവുകയാണ്. അത് ഭയങ്കര ശക്തമായിട്ട് നമ്മുടെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യാണ്. സോ നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റാതെ ആരുടെയൊക്കെയോ അതും പ്രവർത്തനങ്ങൾ തന്നെയാണ്. സോഷ്യൽ മീഡിയ വഴി പോസിറ്റീവായ കാര്യങ്ങൾ കുറച്ച് സംഭവിക്കുന്നുണ്ടാകും. പക്ഷെ അത് 10% മാത്രമാണ്. 90% ഒത്തിരി മോശം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചിന്താശേഷി എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആത്മീയ തലത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 2026 പറയാനുള്ള. സ്പിരിച്വൽ തലത്തിൽ നിങ്ങൾ വളരാതിരിക്കുന്നതിന് വേണ്ടി പിശാച് നിങ്ങൾ എത്ര നാളും ലസ്റ്റ് അല്ലെങ്കിൽ മോശപ്പെട്ട പാപങ്ങളിലാണ്, വെറുപ്പ്, നിരാശ, അങ്ങനത്തെ പാപങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ നയിച്ചിട്ടുണ്ടാവുക. പക്ഷെ 2026 മുതൽ നിങ്ങൾ ആത്മീയ തലത്തിൽ വളരാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കും ഒരുപക്ഷെ സാത്താൻ നിങ്ങൾ ഉപദ്രവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്ത് അതിൽ അഡിക്റ്റഡ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ആ സോഷ്യൽ മീഡിയ വരെ വളരുന്നുള്ളൂ. ഡിജിറ്റലൈസേഷൻ, ആ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വരെ നിങ്ങളുടെ ബ്രെയിൻ വളരുന്നുള്ളൂ. നിങ്ങൾ അതിൽ ചിലപ്പോൾ ക്രിയേറ്റീവ് ആവുന്നുണ്ടാവാം. നിങ്ങളുടെ തൊഴിലായിരിക്കും. ഇപ്പോൾ അനിമേഷൻ ചെയ്യുക, ഡിജിറ്റൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ തൊഴിലായിരിക്കാം. ഇതൊക്കെ തൊഴിൽ, ഒരു ഹെൽത്തി സൈഡ് ഉണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് അതിൽ നിങ്ങൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ തലത്തിലേക്കും നിങ്ങളുടെ പർപ്പസിലേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട മേഖലകളിലേക്കും നിങ്ങൾ എത്തിച്ചേരാതെ തടയുന്നതിന് വേണ്ടി നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ശക്തമായ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വില കുറഞ്ഞ കാര്യങ്ങളിൽ നിന്നും
പിൻവാങ്ങി മൂല്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആരെ പ്രചോദിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രേരണയാണ് ഈ വർഷം എനിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അല്ലേ. സോ ഡിജിറ്റൽ കണ്ടന്റുകൾ ഉണ്ടാവുക, സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഫേമസ് ആവുക, ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. ഇതിനൊക്കെ പക്ഷെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ഫേമസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ കടത്തിവിടാൻ അനുവദിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഹാൻഡ് ഓഫ് മന്ത് ചാനൽ ഈ ചാനലല്ല, ഏതെങ്കിലും ഒരു കാര്യം കണ്ടന്റ് എൻ്റെ വൈറലായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിനെ ലോകം മുഴുവൻ നോക്കിയിരിക്കുന്ന ഒന്നായിട്ട് മാറുവാണ്. പിന്നെ അടുത്തടുത്ത കണ്ടന്റുകൾ ഞാൻ ഉണ്ടാക്കേണ്ടി വരുവാണ്. സോ അതിലേക്ക് എൻ്റെ പ്രൈവറ്റ് ലൈഫ് അത് ഞാൻ ഇല്ലാതാക്കണം. അപ്പം ആക്ടർമാരും ഒക്കെ അങ്ങനെയല്ലേ ജീവിക്കുന്നത് എനിക്ക് തോന്നും. അങ്ങനെയല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് അതിന് മാനേജ് ചെയ്യാൻ അറിയാം. ഒരു സിനിമ ഫേമസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമ നടന്ന നടിയായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ജനങ്ങളുടെ ഇടപെടലുകളെ അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാം. അതിനവർക്ക് അവരുടെ മാനേജർമാരും ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് അത് അറിയണമെന്നില്ല. സോ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിന് വഴിയാണ് നിങ്ങൾ ലൈഫിൽ സക്സസ് ആവേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യുക. അല്ല എങ്കിൽ ഈ വർഷം അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എനിക്ക് കിട്ടുന്ന സന്ദേശം നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ പർപ്പസിലേക്ക് ഫോക്കസ്ഡ് ആവണം. നിങ്ങളുടെ ദൈവം ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ കരവേലയാണ് നിങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ എന്താണോ ദൈവം നിയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് വേണ്ടിയാണ് ദൈവം നിങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പം എൻ്റെ സ്വഭാവം, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ചിന്താരീതി, എനിക്കുണ്ടാകുന്ന കുറവുകൾ, എൻ്റെ ബലഹീനതകൾ പോലും ദൈവം എന്നെക്കുറിച്ചുള്ള പർപ്പസിനേക്കാണ് കണക്ട് ചെയ്തിട്ടാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് സ്നേഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് ആളുകളുടെ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ ഇതേ സ്നേഹം ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു സോഷ്യൽ വർക്കർ ആവാൻ പോകുന്നത്. അപ്പം അതൊരു കുറവായിട്ട് പലപ്പോഴും എനിക്കൊരു മുള്ളായിട്ട് അനുഭവം ഉണ്ടാകുമ്പോഴും അതെൻ്റെ പർപ്പസിനെ യോജിച്ചതാണ്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാവും. അത് നിങ്ങളുടെ പർപ്പസുമായിട്ട് കണക്ട് ആയിരിക്കും. നിങ്ങൾ അനുഭവിച്ച മുറിവുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും വീഴ്ചകളും പോരായ്മകളും എല്ലാം നിങ്ങളുടെ ഈ പർപ്പസുമായിട്ട് കണക്റ്റഡാണ്. സോ ആ ഒരു പർപ്പസിന് വില കൊടുത്തുകൊണ്ട് ജീവിക്കാം. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയല്ല, ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പർപ്പസിനെ നമ്മൾ മറന്നു കളയുന്നു. നമ്മുടെ പർപ്പസിലേക്ക് എത്തുകയും ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമാവുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവമായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്യണം. സോ നമ്മളെപ്പോഴും മെൻ്റലി ഈ സ്പിരിച്വൽ തലത്തിലേക്ക് നിങ്ങൾ എത്തുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ല, ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ല, അതിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. സോ നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ കടന്നുപോകും. അതിൽ ഓരോ വർഷവും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായി ദൈവം ഇടപെട്ട് എന്നെ മനുഷ്യന്മാരുമായിട്ട് ഇടപഴകാൻ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ എനിക്കൊരു വിഷൻ തന്നിരുന്നു, ഞാൻ ഒരുപാട് ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതായിട്ട്. 2025 എനിക്ക് എന്ത് സംഭവിച്ചു, ഞാൻ ആളുകളുമായിട്ട് ഇടപഴകി. ആളുകളുടെ എനിക്ക് കുറച്ച് ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നല്ലോ, അതൊക്കെ കുറേ മാറി. എനിക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധ്യം കിട്ടി. എങ്ങനെയാണ് ആളുകളായിട്ട് ഇടപെടുക, ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇടപെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക. അതായത് എന്നെ കുറച്ച് വൈഡായിട്ട് കുറേ കാര്യങ്ങൾ ഇടപെടാൻ ദൈവം അനുവദിച്ചു. 2026 ആരംഭിക്കുന്ന സമയത്തും ദൈവത്തിന് ഈ വർഷം എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം ഞാൻ ജീവിക്കാൻ. അത് ഇത്ര നാളം മറന്നതൊന്നായിരിക്കണം എന്നില്ല, പുതിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തുവാണെങ്കിലായിരിക്കാം. പക്ഷെ അതിൻ്റെ പർപ്പസിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആ സമയത്ത് മനുഷ്യന്മാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മനുഷ്യന്മാർ കഴിഞ്ഞ വർഷം തന്ന സ്നേഹം തരുമോ തരില്ല, ഇതൊന്നും എൻ്റെ വിഷയമായിരിക്കരുത്. ദൈവം എന്നോട് പറഞ്ഞ കാര്യത്തിൽ മാത്രം ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പം ഈ വർഷം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾ ഒരുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനോട് സഹകരിക്കണം. അത് സ്ട്രഗിൾ നിറഞ്ഞതാണ്, ടെൻഷൻ നിറഞ്ഞതാണെന്ന് പേടിക്കേണ്ട കാര്യമില്ല. അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ്ഡ് ആണോ. നിങ്ങൾ മനുഷ്യന്മാരെ വിഗ്രഹങ്ങളാക്കരുത്, സോഷ്യൽ മീഡിയയും വിഗ്രഹങ്ങളാക്കരുത്, മൊബൈൽ ഫോൺ ഒരു വിഗ്രഹമാവരുത്, മറ്റൊന്നിനും വിഗ്രഹമായ ഒന്നാം സ്ഥാനം കൊടുക്കാതെ നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം വിലയുള്ള ഈ ജീവിതം, വിലയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് 2026 നിങ്ങൾ തീരുമാനിക്കണം. കുറച്ച് സീരിയസ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പോസിറ്റീവ് അല്ലാത്ത ഒരുപാട് മെസ്സേജുകളാണ് കിട്ടുന്നത്. അതായത് ലൈഫ് ഈസ് ഗോയിങ് ടു ബി ഒരു ഫോർമേഷൻ. ഞാൻ പേടിപ്പിക്കാൻ നമുക്ക് പറയാൻ പറ്റും, സ്ട്രഗിളുകളാന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഫോർമേഷനാണ്, നിലം വെട്ടി ഒരുക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ദൈവമക്കളെ ദൈവം തൊടാൻ പോവാണ്, പിടിക്കാൻ പോവാണ്, നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഈ വർഷം നിങ്ങളെ കർത്താവ് കൃത്യമായിട്ട് ഒരുക്കും. ശുശ്രൂഷ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഈ വർഷം ദൈവം ഒരുക്കാൻ പോവാണ്. വോയിസിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് എന്നാലും പറഞ്ഞാൽ പറ്റും. അപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ശക്തമായിട്ട് ഒരു ഇടപെടാൻ നൽകുന്ന വർഷമായിരിക്കും 2026. നിങ്ങൾ ശക്തരായ ശുശ്രൂഷകരായിട്ട് വളരാൻ പോവാണ് 2026. നിങ്ങളുടെ നാവിൻ്റെ കെട്ടഴിയാൻ പോവാണ്, നിങ്ങളെ പ്രൊക്രീറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ശുശ്രൂഷ മേഖലയിലേക്ക് ഇറക്കി വിടാൻ പോവാണ് ദൈവം. അതിനു മുമ്പ് ഒരു ഫോർമേഷൻ ഉണ്ടായിരിക്കും.
സോ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമാകാൻ വേണ്ടി ദൈവം എന്താണോ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടി ഈ വർഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല. അതിലേക്ക് എത്താതെ നിങ്ങൾ മടങ്ങി നിങ്ങൾക്ക് ആത്മരക്ഷ കിട്ടത്തില്ല. ആത്മരക്ഷയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.